ഹലോ, എൻ്റെ പേര് വിശ്വം. ഞാൻ ഈ പടത്തിൽ വിനയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. പടം നമ്മൾ ചെയ്ത പടമായതുകൊണ്ട് നമുക്ക് ഓഫ്കോഴ്സ് നല്ല പടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട പടമാണ്, ത്രില്ലറാണ്, അങ്ങനെ ഒരു ജോണറിൽ വരുന്ന ഒരു പടമാണ്. ഇനി നിങ്ങൾ ഓഡിയൻസ് കണ്ടിട്ട് വേണം പറയാൻ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അമേരിക്കയിലുള്ള കുറേ മലയാളികൾ ചേർന്ന് ചെയ്തൊരു പടമാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവിയാണ്. താങ്ക് യു. അനൂപ് മേനോനും ലാലും ഒക്കെ നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ 2 നായികമാർ ഒരു വ്യത്യസ്തമായ ഒരു അമേരിക്കൻ സ്റ്റൈലിലുള്ള മലയാളികൾ ആണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ നന്നായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. ഇതൊരു പ്രത്യേക രീതിയിലുള്ള സിനിമയാണ്. ഫസ്റ്റ് ഷോ ആയിരുന്നു. വെരി എക്സൈറ്റഡ്. എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു സ്മോൾ ഇൻഡിപെൻഡൻറ്റ് ടീമാണ്, US ബേസ്ഡ്. ബഞ്ച് ഓഫ് മലയാളീസ്. സിനിമ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി കാണണം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണണം. താങ്ക് യു. കാണുന്നത് ഒരു വെറൈറ്റി ടൈപ്പ് ഒരു മൂവിയാണ്. ഓക്കെ. അതെ, കാരണം ഹോളിവുഡ് സ്റ്റൈൽ എടുക്കാൻ നോക്കി. കാരണം വിദേശ ഷൂട്ട്, പിന്നെ കാരണം കുറേ ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് ചെറിയ സീൻസ് വേറെ പഴയ ഒരു ഇംഗ്ലീഷ് മൂവിയിൽ കുറച്ച് കോപ്പിക്കുണ്ട്. പക്ഷേ എന്നാലും മേക്കിംഗ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ക്യാമറ DOP സൂപ്പറായിട്ടുണ്ട്. നല്ല മൂവിയാണ്. നല്ല ആൾക്ക് വെച്ചാൽ 2 ക്യാരക്ടറാണ്, ഒരു പോസിറ്റീവ് ടച്ചും നെഗറ്റീവും ഉണ്ട്. അതാണ് മീൻസ് 2 ക്യാരക്ടറാണ് അതിനകത്ത്. ഡബിൾ റോൾ അല്ല, പോസിറ്റീവ് നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷേ ഓക്കെ, നല്ല മൂവിയാണ്. നന്നായിരുന്നു. സൂപ്പർ, റിയലി ഗുഡ്, ഗ്രേറ്റ്, വെരി നൈസ്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പ്രതീക്ഷിക്കാത്തത് നന്നായിട്ടുണ്ട്. Very always expected good performance. Even the main heroine Rekha Haridran, first time actress, brilliant role. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. Like a seasoned actress. Extremely nice. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതെ വളരെ എക്സ്ട്രീംലി വളരെ നന്നായിട്ടുണ്ട്. ക്ലിനിക്കൽ ട്രയൽസിനെ കുറിച്ചുള്ളതാണ്. അതൊരു ടോട്ടൽ അവയർനെസ് ആണ്. പിന്നെ ഇതെല്ലാം ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് US-ലായതുകൊണ്ട് നമുക്ക് പല സീസൺസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് എല്ലാവരുടെയും ഡെബ്യൂ മൂവി അല്ലേ, എക്സെപ്റ്റ് ലാൽ സാർ ആൻഡ് അനൂപ് മേനൻ. സോ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ 1 ടൈം വാച്ചബിൾ മൂവി. എല്ലാവരും പോയി കാണണം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് 18 പീപ്പിൾ ഹു ഹാവ് ടേക്കൺ ദിസ്. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് എത്രത്തോളം എൻകറേജ് ചെയ്യാമോ അത്രയും നമ്മൾ ചെയ്യാം. എന്തോ സിനിമ നല്ല, എല്ലാവരും പുതിയ ആൾക്കാരല്ലേ. അതിനകത്ത് മിസ്റ്റർ അനൂപ് മേനോനും മിസ്റ്റർ ലാൽ അവരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് കംപ്ലീറ്റ് ന്യൂയോർക്കിലെടുത്ത ഒരു ഫിലിമല്ലേ. അപ്പം അതിൻ്റേതായ അവരാ പരിധിക്കുള്ളിൽ ഇവർ എടുത്തതിനോട് എനിക്ക് വളരെ നല്ലൊരു മൂവിയായിട്ട് തോന്നുന്നു. അനുപേട്ടൻ്റെ എന്താ പറയുക, ഇങ്ങനെയുള്ളൊരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. പിന്നെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ചിത്രശേഷി നല്ലൊരു താരാട്ട് പാട്ട് പാടിയിട്ടുണ്ട്. ഹരിശങ്കർ, നിത്യമാമൻ, വേടൻ്റെ ഒരു റാപ്പ് സോങ് ഉണ്ട്. അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും എന്താ പറയുക, എല്ലാ മൂവി ഇഷ്ടങ്ങളുള്ളവർക്കും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും ഈ മൂവി. എല്ലാ ഫ്ലേവറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മൂവി മേക്കിംഗ് ആണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റി, സിനിമാറ്റോഗ്രഫി എല്ലാം ഫസ്റ്റ് ക്ലാസ് ആണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റി നിങ്ങളത് വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് മൂവി ഗ്രൂപ്പാണ്. ഇപ്പോൾ നിങ്ങൾ മൂവി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറോ ഒന്നും ഇതിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആൻഡ് ദ വാല്യൂ ഓഫ് ദ മൂവി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാവരും വന്ന് കാണുക. താങ്ക് യു.